എൻ്റെ പേര് രജനി ബാബുരാജൻ. ഞാൻ കഴിഞ്ഞ 30+ ആയിട്ട് ഈ ഡിജിറ്റൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളാണ് ചെയ്തിരുന്നത്. 2019 മുതൽ ഒരു ഫുഡ് ബിസിനസ്, കൊച്ചേച്ചി എന്ന പേരിലുള്ള ഫുഡ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് വഴി ആമസോൺ വഴിയൊക്കെ സെയിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ കുറച്ച് വ്യവസായ വകുപ്പിന്റെ കുറച്ച് ട്രെയിനിങ്ങിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിലും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കാൻ യാതൊരു നിർവാഹവുമില്ല. അത് നിങ്ങൾ 20 വയസ്സുള്ള ആളാവട്ടെ, 60 വയസ്സുള്ള ആളാവട്ടെ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, വെബ്സൈറ്റ് നമ്മൾ അടുത്ത ലെവലിൽ മതി. എന്നാൽ പോലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്കിലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. വാട്സപ്പ് ബിസിനസ് വേണ്ട, പേഴ്സണൽ വാട്സപ്പ് വഴി എങ്കിലും ബിസിനസ് ചെയ്യാത്തവരൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ അതിലേക്ക് വന്നു. ഇനി വരാനൊന്നുമില്ല. ആരായാലും വാട്സപ്പ് വഴിയൊക്കെ, ഇപ്പൊ എല്ലാവരുടെ ഫോണിലും വാട്സപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ വാട്സപ്പ് വഴി നമ്മൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനപ്പുറത്തൊരു ലോകം ഉണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന ബിസിനസ്സുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി, മെറ്റ ആഡ്സ് വഴിയാണ് നടക്കുന്നത്. അതാണ് നമ്മൾ കൊച്ചേച്ചി കിച്ചൺ കോച്ച് ഇവിടെ മെയിനായിട്ട് പിന്നെ നമ്മൾ പറയാൻ പോകുന്നതും അതാണ്. ഡിജിറ്റൽ ഫൗണ്ടേഷൻ, നിങ്ങളുടെ ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾക്കൊരു ഷോപ്പ് വേണമെന്നില്ല, ഒരു വലിയ ഒരു എന്താ പറയുക ഷോറൂം വേണമെന്നില്ല, ഡ്രസ്സ് ആവട്ടെ എന്താവട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു റൂം ഉണ്ടെങ്കിൽ അത് ധാരാളം. പക്ഷെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ സംഭവങ്ങളെല്ലാം വേണം. അത് എന്താ പറയുക, അതൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്പുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഗൂഗിൾ, ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ചാറ്റ് GPT, ക്യാൻവ, ഇതൊക്കെ ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നിങ്ങൾ അറിയണം, അതിനെ പഠിക്കണം, അത്ര മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ആ ഒരു ഇത്രയും ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കറിയാം, മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവരൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അവർ ജസ്റ്റ് പോസ്റ്റ് ഇടുന്നു, ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു, അവർ പൈസ ഉണ്ടാക്കുന്നു. അവർക്ക് അത്രയും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് വിറ്റിട്ട് അതുപോലെ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ്. ഓക്കെ, അത് എവിടെയോ നമ്മൾ അതിന്റെ ട്രാക്കിലെത്തിയിട്ടില്ല. ഇന്നത്തെ ലോകത്ത് സ്മാർട്ട്നെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. നിങ്ങൾ സ്മാർട്ട് ആവണം. എവിടെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നിങ്ങൾക്ക് എന്താണ് കഴിവ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് താല്പര്യം, ആ ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താ അതിന് പറയാം, സർപ്പാസ് അല്ലെങ്കിൽ പറയാം, നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനും പറ്റിയ ഒരു അവസരമാണ് ഈ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റാഗ്രാം പേജോ ഒരു ഫേസ്ബുക്ക് പേജോ ഉണ്ടെങ്കിൽ മതി. നിങ്ങൾ വിചാരിക്കാത്ത പോലെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ റിയാക്ഷൻസ്. അല്ലെങ്കിൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. പക്ഷെ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഏരിയ, നിഷ് എന്നാണ് പറയാം. അപ്പൊ അതുകൊണ്ടാണ് തുഷാര ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അതായത് നിങ്ങളുടെ നിഷ് എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഏരിയ ഏതാണ്? നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാത്ത വർക്ക് ഏതാണ്? അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ പറയാം, മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫൈനലി ഇതിലേക്ക് എത്തിയത്. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല പല ജോലികളും ചെയ്യേണ്ടി വന്നു. പക്ഷെ അവസാനം എനിക്കപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, തിക്കുമുട്ട് എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാനിതല്ലല്ലോ എനിക്കിതല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അവസാനം ഞാൻ എത്തിപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ട പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണ്? ഒരു മടുപ്പും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ജോലി. ഒരാൾ കൂലി തന്നില്ലെങ്കിലും നിങ്ങൾക്ക് വിഷമില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ജോലി. കൂലി വാങ്ങരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. അത്രയും നിങ്ങൾക്ക് പാഷനോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നിങ്ങൾക്ക് ബിസിനസ്സായി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും, ഉറപ്പാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ 100% അതിൽ ഡെഡിക്കേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ചിലർ പെറ്റുകളെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു, ചിലർ ഗാർഡൻ വൃത്തിയാക്കി ഗാർഡനിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരത് പാഷനാണ്. ആ പാഷൻ അവരൊരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ അതിൽ അവർ ബിസിനസ് ഉണ്ടാക്കി. കാരണം അവർ സക്സസ്ഫുൾ ആവാനുള്ള കാരണം അവരതിൽ ഹാർട്ട് ആൻഡ് ബ്രെയിൻ അതിൽ ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെയുള്ള കുറേ പേരുണ്ട്. ഇപ്പൊ ഭവാനി മാം ആവട്ടെ അല്ലെങ്കിൽ ശ്രീലത മാം, അവരൊക്കെ ഈ ഫുഡ്, അവരുടെയൊക്കെ ചിന്ത ഇതായിരുന്നു, നല്ല ഫുഡ് ഉണ്ടാക്കണം, നന്നായിട്ട് ആൾക്കാർക്ക് കൊടുക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ആ ഒരു ഇതിൽ അവര് ഡിസൈഡഡ്, അവര് ഡിറ്റർമിൻഡ് ആണ്. അവര് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ ലക്ഷ്യം ഇതാണ്, 4 പേർക്ക് ജോലി കൊടുക്കണം
എൻ്റെ ഫുഡ് നല്ല ഫുഡ് പ്രോഡക്ട്സ് എല്ലാവരും അറിയണം. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ എന്താ പറയാ ഒരു ഇത് തോന്നില്ല. ഇപ്പോഴും ഭവാനി മാം 70 വയസ്സിലും പറയുന്നത് ഇപ്പൊ കൃഷി ചെയ്ത് നല്ല ഒരു കിലോ തക്കാളി ഉണ്ടാക്കി അത് നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം കാണുന്നുണ്ട്. അപ്പൊ ലാഭം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ലാഭത്തിനപ്പുറം നമുക്കത് മെന്റലി സാറ്റിസ്ഫാക്ഷൻ തരണം. അതോടൊപ്പം നമ്മുടെ വരുമാനവും കൂടി അതിൽ വരണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ഒരു സക്സസ്ഫുൾ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലേഡീസ് ആയതുകൊണ്ട് പറയണം. കാരണം ലേഡീസിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക പുറത്ത് പോയി എന്താ പറയുക സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഷോപ്പ് എടുത്ത് റൺ ചെയ്യാനോ പറ്റില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇപ്പൊ ഈ ടൂൾസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഓൺലൈൻ ടെക്നോളജി വന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നമുക്കത് സാധിക്കും എന്നാണ് പറഞ്ഞത്. ഒരു 10 വർഷം മുമ്പ് നമുക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ 10 വർഷം മുമ്പും പറ്റുമായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയിട്ട് എവിടെയാണ് വിൽക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഇപ്പൊ അങ്ങനെയല്ല. ഹെയർ ആക്സസറീസ് ആണ് നിങ്ങൾക്ക് താല്പര്യം, അതുണ്ടാക്കി അത് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് അതിന് 100 കണക്കിന് ആളുകൾക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ വേണ്ട 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എത്തിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഉണ്ട്. അത് നിസ്സാരമായിട്ട് കാണരുത്. ഹെയർ ആക്സസറീസ് എന്നുള്ളത് നിസ്സാരമായിട്ട് കാണരുത്. ചെറിയ റബ്ബർ ബാൻഡ് പോലും വിറ്റ് കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും എന്റെ ബിസിനസ്സിന് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് ഇത്ര വലിയ സംഭവമാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയില്ല, ആ ട്രാക്കിൽ വരണം. അതിനുള്ള കുറച്ച് സ്ട്രാറ്റജികൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അതാണ് നമ്മുടെ സ്ത്രീകൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹം ഇതാണ്. നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് തൊഴിൽ വളരെ കുറവാണ്. തൊഴിൽ ചെയ്യാൻ പുറത്തു പോയി തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് നമുക്ക്. അതുകൊണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജി നമുക്കൊരു അനുഗ്രഹമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ കൊച്ചേച്ചി കിച്ചൺ കോച്ച് സ്ഥാപിച്ചത്. 2030 ആകുമ്പോഴേക്കും 1000 പേരെ നമ്മൾ ഇതുപോലെ നല്ലൊരു ബിസിനസ് നടത്താൻ പ്രാപ്തരാക്കുക. അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള ബിസിനസ് ഏതാവട്ടെ, ഫുഡ് മാത്രമല്ല ഏതാവട്ടെ, അവരെ പ്രാപ്തരാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇതിലെ മീറ്റിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ മീറ്റിംഗ് റെക്കോർഡിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. നിങ്ങളുടെ വീഡിയോസ് ഓഫ് ചെയ്തിട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അതല്ലാതെ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ പരാതികളും സംശയങ്ങളൊന്നും പറയാറില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഗോസിപ്പുകളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. എന്നാലും പറയണ എല്ലാവരും പരസ്പരം ബഹുമാനിച്ചിട്ട് വേണം ഇരിക്കാൻ. ഇനി KKCയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, കൊച്ചേച്ചി ആപ്പ് വന്നിട്ടുണ്ടായിരുന്നു, പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആപ്പ് സ്റ്റോറിലും വന്നിട്ടുണ്ട്, ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആപ്പിൾ ഫോണുള്ളവർക്കും ഡൗൺലോഡ് ചെയ്യാം. കൊച്ചേച്ചി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, പിന്നെയുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത് അടുത്ത ആഴ്ച ഒരു വെബിനാർ വരുന്നുണ്ട്. അത് ആമസോണിലേക്ക് വേണ്ടിയിട്ടാണ്. ആമസോണിലേക്ക് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ വെബിനാർ അറ്റൻഡ് ചെയ്യാം. വെബിനാർ എന്ന് പറയുന്നത് ലൈവ് ആമസോണിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും. അപ്പോൾ ആമസോണിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓർത്തു വെക്കാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ അറിയിക്കാം. പിന്നെയുള്ളത് നമ്മുടെ ഒരു ഓഫർ വരുന്നുണ്ട്. ഈ കോഴ്സിന്റെ ഫീസ് നാളെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നാളെ മുതൽ ഞാൻ പുതിയ ആളുകൾക്ക് ഫീസ് കൂട്ടുകയാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രഷറാണ് ഇപ്പോൾ. അത് മാത്രമല്ല, എനിക്ക് തോന്നി നമ്മുടെ ഫീസ് കുറച്ച് കൂട്ടേണ്ട സമയമായി. ഞാൻ ജനുവരി മുതൽ ഒരേ ഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് പഴയ ഫീസിലുള്ള ഓഫർ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് ബുക്ക് ചെയ്യാം. ഓക്കെ, മുഴുവൻ പൈസ വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഇന്ന് എനിക്ക് ബുക്ക് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഹൈവിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഹൈവില് കുറച്ച് പേര് 4 പേര് വീതം ഇപ്പൊ എല്ലാ ഹൈവിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യാത്തവര് അവര് ആക്റ്റീവ് അല്ലാത്തവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ആക്റ്റീവ് അല്ലാത്തവർ ഉണ്ടെങ്കിൽ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹൈവിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ ഹൈവ് എന്ന് പറയുന്നത് കൊച്ചേച്ചി കിച്ചൺ കോച്ചിലെ ഇവിടെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് പരസ്പരം സപ്പോർട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടിപ്സ് ഹെൽപ്പുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം സഹകരിച്ച് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ഗ്രൂപ്പ് നമ്മുടെ 4 ലീഡേഴ്സിന്റെ പേരിലാണ്. ഒന്ന് ഭവാനി, ഹേമ, ലൈല, ഖദീജ. അങ്ങനെ 4 പേരുണ്ട്. 4 പേരാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അവർക്ക് 4 പേരായിട്ട് ഹൈവ് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ലീഡേഴ്സ് ടീച്ചേഴ്സ് അല്ല കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാവരും അത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട, നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
എന്തെങ്കിലും ക്ലിയർ ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്ക് ഡൗട്ട് വന്നാലും ആർക്ക് വേണമെങ്കിലും സഹായിക്കാം. ഹൈവ് ലീഡേഴ്സിന് മാത്രമല്ല, ഹൈവിലെ ഒരു മെമ്പർ ഒരു ഡൗട്ട് ചോദിക്കുന്നു, ആ ഹൈവിലെ ആരാണോ സഹായിക്കുന്നത് അവർക്ക് ഒരു സ്കോർ കിട്ടും. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ ആ സ്കോർ കിട്ടുന്നത് ഹൈവിന് ഒരു സ്കോറാണ്. അത് പക്ഷെ ആ മെമ്പറിന് കിട്ടുന്ന സ്കോറാണ്. ആ മെമ്പറിനും സ്കോർ ഉണ്ട്. ഇപ്പൊ ഹേമ ഹൈവിലെ ഒരാൾ ഡൗട്ട് ചോദിച്ചു, ജാസ്മിൻ ഡൗട്ട് ചോദിച്ചു, വേറൊരാളാണ് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തത് എങ്കിൽ ആ ക്ലിയർ ചെയ്ത് കൊടുത്ത ആൾക്കാണ് സ്കോർ കിട്ടുന്നത്. ഓക്കെ, ആ സ്കോർ നമ്മൾ ആഡ് ചെയ്യും ആ ഹൈവിന്റെ സ്കോറിലേക്ക്. അങ്ങനെ എത്ര ഹൈവില് എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു, അതൊക്കെയാണ് മാനദണ്ഡം. അതുപോലെ നമ്മൾ ഓരോ ആഴ്ചയിലും തരുന്ന ബിൽഡാത്തോൺ ടാസ്കുകൾ പറഞ്ഞു, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സ്റ്റെപ്പാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാണ്, ബിൽഡാത്തോണൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വരാം. ഫാമിലി മീറ്റ് ഇന്ന് അറ്റൻഡ് ചെയ്തവര് ഇന്ന് മുതൽ അവർക്ക് ഒരു സ്കോർ ഉണ്ടായിരിക്കും. ഫാമിലി മീറ്റ് അറ്റൻഡ് ചെയ്തവർക്ക് 20 പോയിന്റ്. ഓക്കെ,